ലിപ്സ്റ്റിക് ഒക്കെ അവിടെ. അതിനേക്കാളും നല്ലതേ അവനാന്റെ കുടുംബത്ത് പോയിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നത്. ഇവക്ക കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടക്കുള്ളൂ. ഓരോ കാര്യങ്ങള് വയസ്സാം കാലത്ത് തന്തടര പൂജകള്. അവനവിടെ പോയി കഴിഞ്ഞാലേ എല്ലാം തീരുവ. ഞാൻ എൻ്റെ കുടുംബത്തോട്ട് പോവാ. നിങ്ങളിവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പെണ്ണ് കെട്ടാതിരിക്കേ എന്താന്ന് വെച്ച് നടത്തിക്കോ. ഇന്നെ നോക്കണ്ട. എന്താ എന്റെ കുഴപ്പമെന്നാ നിങ്ങൾക്ക് അറിയില്ല. എന്റെ കുഴപ്പം എന്താന്നുള്ളത് ഈ മുതുക്കനായ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടണോ? എനിക്ക് 64 വയസ്സായി. അപ്പൊ സ്വാഭാവികമായിട്ടും മുതുക്കനാവും. ആ മുതുക്കനെ എന്നെ അതന്നെ ആ കുഴപ്പമുണ്ട്. എനിക്കും എന്റെ കെട്ടിയോനിക്ക് മക്കൾക്കൊക്കെ നടക്കടാ. നിന്റെ കെട്ടിയോനും നിന്റെ മക്കളും കെട്ടണ്ട, ഞാൻ കെട്ടും. ഞാൻ എന്താ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഓ കുഴിക്ക് കാല് നീട്ടിരിക്കണ തന്തയുടെ ഒരു മോഹം നാണല്ലേ നിങ്ങക്ക്? കുഴിയിലേക്ക് ആരാണ് കാല് നീട്ടിയിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ചാൻസ് കൂടുതൽ നിങ്ങൾക്കല്ലേ? ചിലപ്പോ എനിക്കായിരിക്കും, ചിലപ്പോ നിനക്കാണെങ്കിലോ. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പരിപാടി എന്തായാലും ശരിയാവില്ല. ഇത് വളരെ മോശം. നാളെ എന്റെ അമ്മൂട്ടിക്ക് ഒരു കല്യാണക്കാരി വന്നാ ഇതല്ലേ എടുത്തിടുക? മോശം. നിന്റെ അമ്മൂട്ടിക്ക് കല്യാണം ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? എന്താ ഞാൻ ഒരു കല്യാണം കഴിക്കണം? എനിക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ട് വേണ്ടേ? വയസ്സാം കാലത്ത് കൂട്ട് നാളും മയിലത് പറയാന്. എനിക്ക് നാളും മാനത്തിന് ഞാൻ നല്ല മുണ്ട് കൊടുത്തിട്ടുണ്ട്, ഷർട്ട് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പൊപ്പത്തിനൊപ്പം പറയാൻ നിങ്ങൾക്ക് പണ്ടേ നാക്ക് കൂടുതലാ. അത് ഞാൻ കെട്ടിക്കൊണ്ട് വന്ന അന്ന് കുട്ടിക്ക മനസ്സിലായി. പോലത്തെ പെൺകുട്ടികളുള്ള വീട്ടില് നാവില്ലാണ്ട് ജീവിക്കാൻ തന്തായിക്ക് ഇത്ര നാവ് പാടില്ല. ഒന്നില്ലെങ്കിലും തുള്ളി വെള്ളം എന്റെ കൈ കൊണ്ടല്ലേ തരുന്നത്. പിന്നെ 12 കൊല്ലായില്ലേ നീ വീട്ടിലേക്ക് വന്നിട്ട്? എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ ഒരു ഷർട്ട് അലക്കി തരാനോ, ഒരു മുണ്ട് അലക്കി തരാനോ, എന്തെങ്കിലും ഒരു വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് കുളിക്കാൻ കൊണ്ടുവച്ചിട്ട് ആ ബാത്റൂമിലേക്ക് വെച്ച് തരാനോ നീ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പറയണം. 100 പ്രാവശ്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്യും അല്ലേ? ചെയ്തോ? മടുത്തു എനിക്ക്. ചെയ്തിരുന്നുണ്ടോ? ഞാനേ നിങ്ങളുടെ മോന്റെ ഭാര്യ അല്ലാണ്ട് നിങ്ങളുടെ ഭാര്യ അല്ല. കുറച്ച് കഷ്ടപ്പെടൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞോ നീ എന്റെ ഭാര്യയെന്ന്? നീ എന്റെ മോന്റെ ഭാര്യ എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഞാൻ നിന്നോട് പെരുമാറിയിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഞാൻ മുഖം കറുപ്പിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ അവസാന കാലത്ത് ഇപ്പൊ ഈ 64-ാമത്തെ വയസ്സിൽ ഞാനൊരു കല്യാണം കഴിക്കാൻ പോകണമെന്ന് കേട്ടപ്പോ അപ്പഴത്തേക്കും ഒരു തുള്ളിച്ചാടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. നടക്കാത്ത കേസാണ് അത്ര തന്നെ. നടത്താൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. ഇത് നടക്കാത്ത കേസാ. ഞാൻ സമ്മതിക്കില്ല. എന്റെ ഏട്ടന് സമ്മതിക്കില്ല. നിന്റെ ഏട്ടൻ എന്റെ മോനാണല്ലോ അല്ലേ? എന്റെ മോനായിട്ടല്ലേ അവൻ നിന്റെ ഭർത്താവായത് അല്ലേ? എന്റെ മോനായതിനു ശേഷമല്ലേ നിന്റെ ഭർത്താവായത്? അവനെ തീറ്റി പോറ്റി വയസ്സ് കുറെ ആയി. 10-28 വയസ്സായപ്പോ അവനെ കല്യാണം കഴിപ്പിച്ചു, നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ നടത്തിയില്ലേ? ഇതൊക്കെ നടത്തി 2 പെമ്മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. അവർക്കില്ലാത്ത കുഴപ്പം എന്റെ മരുമോളായിട്ടുള്ള നിനക്കെന്താ? ഇത് കേസ് വേറെയാ. ആ തള്ള നിങ്ങക്ക് എന്തോ കൂടോത്രം ചെയ്തിട്ട് നിങ്ങളുടെ വയറ്റില് മരുന്നുണ്ട്. എന്റെ മരുന്ന് അവിടെ കിടന്നോട്ടെ. അതെന്നേക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ സ്വത്ത് മുതലൊക്കെ അവൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വം ചെയ്ത് തന്നെയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കേറില്ല. അത് പറ. എന്റെ സ്വത്തും മുതലും പോകുന്നുള്ളതാണ് ഇപ്പൊ നിന്റെ വിഷമം അല്ലേ? എന്റെ സ്വത്തും മുതൽ നിങ്ങളുടെ സ്വത്ത് മുതൽ പോതുക്ക് ഒരു പേടി വേണ്ട. അല്ലെങ്കിലും ആ തള്ളക്ക് എന്തിനാ നിങ്ങളുടെ സ്വത്ത്? നിങ്ങളുടെ സ്വത്തൊക്കെ എന്റെ ഭർത്താവിന്റെ പേരിലല്ലേ? അയ്യോ, ഇപ്പോഴത്തെ നിയമമൊന്നും കുട്ടിക്ക് അറിയില്ലല്ലേ? സീനിയർ സിറ്റിസനെ ബഹുമാനിക്കുക, അവരെ നോക്കുകയും ചെയ്യാത്ത മക്കൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ചെഴുതി വാങ്ങാൻ നിയമമുണ്ട് മോളെ. ഇതൊക്കെ വല്ലപ്പോഴും പുസ്തകം വായിക്കണം, പേപ്പർ വായിക്കണം. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീൽസും കണ്ടിട്ട് ഇങ്ങനെ കിടന്നാ പോരാ. ബോധം വേണം, മനസ്സിലായോ? നീ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ 2 പെമ്മക്കൾക്ക് ഇല്ലാത്ത ദോഷം എന്താ നിനക്ക്? അവർക്കില്ലാത്ത എന്ത്? പക്ഷേ എന്റെ മക്കളാണല്ലോ അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. അവർക്ക് ബുദ്ധി ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ബുദ്ധി ഉണ്ടാവില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. അവരല്ല ഈ വീട്ടിൽ കഴിയണത്, ഞാനാ. ആ ഒരുമ്പെട്ട തള്ളയുടെ കൂടെ കഴിയണതും ഞാനാ. പിന്നെ ഈ നാട്ടുകാരെ മുമ്പിലല്ല നിങ്ങളുടെ മക്കള്. നിങ്ങളുടെ മക്കൾ തിരുവനന്തപുരത്തും കൊല്ലത്തേക്കാ. ഞാനോ ഈ നാട്ടില്. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്ക് നിങ്ങളുടെ കുന്തും വേണ്ട. എനിക്ക് വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം എടുത്തു തരണം, എന്നെ നോക്കണം. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ നേരത്തെ 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ഒന്ന് കൂടെ വരാൻ വേണ്ടിട്ട്. ആ പേപ്പറൊക്കെ നോക്കാനും കാര്യങ്ങൾക്കും വേണ്ടി. അതന്നെ നിന്റെ പ്രശ്നം.
അപ്പൊ എനിക്കൊരാൾ എന്റെ കൂടെ വേണം. വയസ്സാം കാലത്ത് ഒരു തുള്ളി എന്താ വെള്ളം ചായ്ക്കോ ചൂടാക്കി തരാൻ. എന്താ ചായ്ക്കോ, പക്ഷേ ആ തള്ള എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ കെട്ടോനെ മക്കളെ വിളിച്ച അയ്യോ വേണ്ട, ഞാനേ എന്റെ വീട്ടിൽ സ്വസ്ഥായിട്ട് ഇരുന്നോളാം. ഓ 3 മക്കളെ പഠിപ്പിച്ചു ഇത്രയും കാലം 12 കൊല്ലം ഈ തല ഞാൻ ഏറ്റെടുക്കണം കിട്ടും. ഇപ്പൊ എല്ലാം കഴിഞ്ഞ ഒരു തള്ളപ്പെട്ടിനെ കിട്ടിയപ്പോ തന്തക്ക് വേണ്ട പോലും. എനിക്ക് തള്ളപ്പിടി മതി, ഞാൻ തന്തയാണല്ലോ, അപ്പൊ എനിക്ക് തള്ളേനെ മതി കേട്ടാ. ഞാൻ 18 വയസ്സായ പെൺകുട്ടീനെ ഇനിയിപ്പൊ അതും കൂടെ കണ്ടുള്ളൂ. കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. എനിക്ക് പറ്റുന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് നടത്തുകയും ചെയ്യും. എനിക്ക് വയസ്സായി തുടങ്ങി, എനിക്ക് വയ്യാണ്ട് വരുന്ന കാലാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കൊരു തുള്ളി വെള്ളം കിട്ടണം, എന്റെ കാര്യങ്ങൾ നോക്കണം, എന്നെ ഒന്ന് സംരക്ഷിക്കണം. എനിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാല്യല്ല, വയസ്സാവുക, ഞാൻ മരിക്കാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞാല്. അപ്പൊ നിങ്ങളെ ശല്യമൊക്കെ തീരം ചെയ്യും. അത് വരെ എന്റെ കൂടെ ഒരാൾ വേണം. ആ ആൾക്ക് വരുന്ന പെണ്ണിനുള്ള എല്ലാ സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കുകയും ഒരു കഷ്ണം മുതൽ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിച്ചാലല്ലേ? വേണ്ട, നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇത്ര അധ്വാനിച്ച് ഉണ്ടാക്കാൻ പറ്റും, അത് എങ്ങനെ കൊണ്ടു നടക്കണം, നമുക്ക് കാണാം, കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് കാണാം, കാണാം. 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്നോളൂ. എന്താ ഈ കാലത്തൊക്കെ ഈ കുട്ടികളൊക്കെ ഈ കാലത്തല്ലേ ജീവിക്കുന്നത്? ഇവരൊന്നും ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്? ഏജ് എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്. അല്ലാണ്ട് ഇവരെയൊക്കെ വിചാരം 64 വയസ്സാകുമ്പോഴത്തേനാണ് കുഴിയിലേക്ക് കാല് നീട്ടി മരിക്കാൻ തയ്യാറായി എന്നൊക്കെ. വല്ലാത്തൊരു അവസ്ഥ. അവനെ വിളിച്ച് പറയാ, അതാ നല്ലത്. അവന് മരിക്കാൻ പറ്റാത്തത് എനിക്ക് പറ്റുമല്ലോ. ശരി. പിന്നെ നിന്റെ ഭാര്യ ഇവിടുന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോണെന്നാണ് ഇപ്പൊ അവളുടെ പ്രശ്നം. എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിക്കോ. അവളേനെ നിനക്ക് മരിക്കാൻ പറ്റിയിട്ടില്ല ആച്ചെങ്കിൽ അടക്കി നിർത്താൻ എനിക്ക് കഴിയും, ഞാനത് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വന്നോളും അല്ലേ? വേറെ പോകാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. അവള് വന്നില്ല ആച്ചെങ്കിൽ അവിടെ വന്നോട്ടെ, ഇനി ഇങ്ങോട്ട് വരണ്ട. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ഉദ്ദേശം, എനിക്ക് വയസ്സാം കാലത്തെ വയ്യാതെയായി തുടങ്ങി. ഒരു തുള്ളി വെള്ളം എടുത്തു തരാനേ അവളോട് എത്ര വർഷം പറയണമെന്ന് അറിയോ? എന്താ അവസ്ഥ പെടുത്തെ? എനിക്ക് വയ്യത് സഹിക്കണേനൊരു പരിധിയില്ലേ മനുഷ്യന്? ഞാനൊരു മനുഷ്യനാണ്, പിന്നെ അല്ലാതെ എന്ത് ചെയ്യും ഞാന്? നിങ്ങളെന്താ തലയുയർത്തി നടക്കാൻ എന്താ കുഴപ്പം? എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാനില്ല. എനിക്ക് വയസ്സാം കാലത്ത് എന്റെ കൂടെ എന്റേന്ന് പറഞ്ഞിട്ടൊരാള് വേണം. നീ അത് മനസ്സിലാക്കണം. എനിക്ക് വയ്യാത്തോണ്ടാണ്. എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ 10 പ്രാവശ്യം പറയണം, 100 പ്രാവശ്യം പറയണം. മനസ്സിലായോ? അതുകൊണ്ടേ ആയിക്കോട്ടെ, വേണ്ട. അച്ഛന്റെ കുട്ടി ഓർത്തിട്ട് വിഷമിക്കണ്ട. അങ്ങനെ കൂട്ടാ. അന്ന് ആര് മരിച്ചെന്ന് കൂട്ടിയാലും കുഴപ്പമില്ല, എനിക്കൊരു വിഷമമില്ല. അച്ഛൻ ചെയ്യാനുള്ളത് ചെയ്യും. അച്ഛൻ കുറച്ചു കാലമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ, വയസ്സായി തുടങ്ങി. മനസ്സിലായോ? വെച്ചോളൂ. എന്താനി മനസ്സിലാവാൻ? ഞാൻ അനുഭവിക്കല്ലേ. അച്ഛനെ ഈ വയസ്സാം കാലത്ത് ഒരു പെണ്ണിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാനുള്ള പൂതി കൊണ്ടല്ല കേട്ടോ മോനെ. അച്ഛന് വയ്യായിട്ടാണ്. ഓർമ്മ ഉണ്ടായിക്കോട്ടെ, വെക്കാണ്. എന്താ മക്കളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അയ്യോ വളരെ കാലം വളരെ നോക്കി ഉണ്ടാക്കിയതാ, ഒരു കാര്യമില്ല.